അളിയനിപ്പോഴേ മസ്കറ്റിലെ കമ്പനി കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. ഗൾഫിന്റെ സ്ഥിതിയൊക്കെ അറിയാമല്ലോ. നാട്ടിൽ വിളിച്ചെന്ന് പറഞ്ഞാല് ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ചോണ്ടങ്ങ് വരാനേ. ഞാനിവിടെ പത്മശ്രീ യൂസഫ് അലിയുടെയോ ഡോക്ടർ രവിപിള്ളയുടെയോ കമ്പനിയിലല്ല ജോലി ചെയ്യുന്നതെന്ന്. സൗദി അറേബ്യയിൽ നിന്നൊക്കെ എല്ലാരും കയറ്റിവിടുന്നുണ്ടോ. ഇവിടെയും വന്ന് വാറ്റും മറ്റു ടാക്സികളും എല്ലാം. കേട്ടോ കേട്ടോ കേട്ടോ. सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. മധു ഇനി കിടന്നുറങ്ങണ്ടേ? പാകിസ്ഥാനി വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ഉബൂസ് ഉണ്ടാക്കണ്ടേ, അരി ഉണ്ടാക്കണ്ടേ? ഇന്നത്തെ ഇയാളുടെ ജോലിയാ കേട്ടോ. എഴുന്നേര് മധു, നീ എഴുന്നേക്കണേ, ജോലിക്ക് പോകണ്ടേ? സമയമായി. ആ പാകിസ്ഥാനി വണ്ടി കൊണ്ട് വന്നിട്ടേക്കുന്നു. മറ്റുള്ളവർക്ക് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് പോകണ്ടേ? ഇന്ന് കുബൂസിന് കറി ഉണ്ടാക്കണ്ട ഇയാളുടെ ജോലിയാ. മറ്റേ കാല് ഇന്ന് ഇനി ചൂടുവെള്ളത്തിലൊന്നും വെക്കാൻ സമയമില്ല. എളുപ്പമാണ്. വേഗം ബാത്റൂമിൽ പോകാൻ നോക്കും. എന്റെ ഗേബി നമ്പൂതിരി ഒന്ന് ഇറങ്ങി വാ. അതിന് ക്ഷമമാണ്. എല്ലാം ശരിയാവും. ഗാന്ധി എന്ത് പറഞ്ഞാണോ പറയുന്നത്? എല്ലാം ശരിയാണോന്ന് പറഞ്ഞാൽ നാട്ടിലല്ലേ നടക്കത്തുള്ളൂ. നമ്മുടെ ഇവിടെ എങ്ങനെയാ നടക്കുക? ഇന്ത്യയിലെ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്നത്. ഡേവിഡിന് അജ്മാൻ പാലത്തിന്റെ അടുത്തല്ലേ പണി. തിരിച്ചു വരുമ്പോ അജ്മാൻ മാർക്കറ്റിൽ ഇച്ചിരി മീനൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറ. മീൻ കൂട്ടിയിട്ട് ഒരുപാട് നാളായി. അവനെ വയനാട്ടുകാരന്റെ കൂടെ അവനിവിടെ കൊണ്ടുവന്നിറങ്ങും. അവൻ്റെ അടുത്ത് പറയാം. മീൻ വാങ്ങിക്കാൻ അവന്റെ പൈസ കാണത്തില്ലല്ലോ. മറ്റൊരു മറ്റൊരു വാങ്ങിക്കട്ടെ. വാങ്ങിക്കോട്ടൊക്കെ വരും കേട്ടോ. സ്വതന്ത്ര ഭാരതത്തിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഉത്തർപ്രദേശിൽ 1904 ഒക്ടോബർ 2 ജനിച്ചു. ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി മരിച്ച പ്രധാനമന്ത്രിയാണ് ശാസ്ത്രി. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു കാർ വാങ്ങിയ വകയിൽ വീട്ടാനുണ്ടായിരുന്ന 8000 രൂപയുടെ കടം അവശേഷിപ്പിച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്.
ഇന്നെങ്കിലും നെറ്റിൽ നിന്നെല്ലാവരും കൂടി വന്നല്ലോ. ഹലോ, ഇവിടുന്ന് കേൾക്കാകത്തില്ലേ പറയുന്നതെല്ലാം വ്യക്തമായിട്ട്. ഇവിടെ മൊത്തം ഇൻഡസ്ട്രി ഏരിയയാണ് നടുക്കല്ലേ ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. അങ്ങ് എല്ലാ വ്യവസായങ്ങളുടെ സൗണ്ട് അതിനകത്തോട്ട് അടിച്ചു കയറുന്നത്. അങ്ങ് എന്താ പൈസ എന്ത് ചെയ്യും? പഴയ വർഷം നിങ്ങൾക്ക് പറയണ്ട. ഈ വർഷം മോക്ക് സ്കൂളിൽ ഡൊണേഷൻ അടയ്ക്കണം. കൂടാതെ പഴയ ബാലൻസ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കും, അതെല്ലാം അടയ്ക്കണം. ലാൽ ബഹദൂർ ശാസ്ത്രി അല്ല ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടുത്തെ വീട്ടുവാടകയും കൊച്ചിൻ്റെ ഫീസും കുടുംബശ്രീ ലോണും പലചരക്കടയിൽ കൊടുക്കേണ്ട പൈസയിലൂടെ ചേർത്ത് 26,000 രൂപ വേണം. അവിടെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 12,000 രൂപ കൊടുക്കണം പറഞ്ഞിട്ട് പ്രയോജനമില്ല. 96,000 രൂപ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെക്കാട്ടും മികവുറ്റതാണ് ഇപ്പോൾ സർക്കാർ സ്കൂളുകളും. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ മികവുറ്റ അവിടെ കൊടുക്കുന്ന എല്ലാ വിദ്യാഭ്യാസവും ഇപ്പോൾ സർക്കാർ സ്കൂളിലും കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടിയെ മാറ്റി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാറ്റി സർക്കാർ സ്കൂളിലേക്ക് ചേർക്കാൻ പറയാം. പിന്നെ കുടുംബശ്രീയിലെ ലോൺ മുടങ്ങാതെ അടച്ചില്ലെങ്കിൽ പറ്റുന്ന ഓർച്ചിട്ട് അറിയാമല്ലോ. ഇപ്പോൾ KSRTCയിലും പിന്നെ മെട്രോയിലും എല്ലാം കുടുംബശ്രീയുടെ സാന്നിധ്യം വളരെ മികവുറ്റതായിരിക്കുകയാണ്. വീടിന്റെ അപേക്ഷ കൊണ്ട് കൊടുത്തപ്പോൾ അതിന് തിരിച്ചു തന്ന മെമ്പറെ എന്ത് പറ്റിയ കാര്യം? അപ്പൊ അവിടെ ജാതിക്കോളം തിരിപ്പിച്ചിട്ടില്ലെന്ന്. അവിടെ ആ ജാതിക്കോളം അവിടെ ആ ഭാഗത്ത് നമ്മൾ മനുഷ്യജാതി എഴുതിയാൽ പോരെ? നമുക്കിടയിൽ ജാതിയും മതവും ഉണ്ടോ? നമ്മുടെ മനുഷ്യജാതി മാത്രമല്ലേ? അതെ, ഇന്നലെ വാങ്ങിച്ച മീനിന്റെ പൈസ മെസ്സിനകത്തൊന്ന് 10 തലാംസിയാനാ കുറയ്ക്കും കേട്ടോ. പിന്നെ ഇന്നലെ ചൂരക്കറി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മീൻകറി വെച്ചത്. ഇനി അടുത്ത മെസ്സ് നിങ്ങൾ ആരെങ്കിലും വെച്ചോടെ. ഓക്കെ, നമ്മുടെ പാട്ടുകാരൻ തിരിച്ചു വരാറായില്ലേ? ഇനി അതോ ഇനി ഓണം വരുന്നാലോ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ? വരട്ടെ. ഞാനും ഒരു ഗായകനാണേ, ഞാൻ പാടിയാ മതിയോ? ലീവ് കഴിച്ച് വരാനുള്ള എല്ലാ ഓണത്തിനും പെരുന്നാളിനും കൂടെ കാണും. നിനക്ക് വേണ്ടെന്ന് പറയാൻ ഈ 10,000 രൂപ അല്ലാതെ ഒറ്റ പൈസയും ഇല്ല. ആ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് ബാക്കി സാധനങ്ങൾ വാങ്ങിക്കുക. പെണ്ണുങ്ങളും മുറുവനെ വീട്ടിൽ കയറി നിന്നാക്കത്തില്ല. വീഡിയോയിൽ പഠിക്കൊക്കെ പോകണം. വെച്ചിട്ട് പോകും. വീഡിയോ കൊടുക്കാൻ 10,000 രൂപ കൊടുത്തിട്ട് വേണ്ടായിരുന്നു. 10,000 രൂപ വേണമെന്ന്. ഈ 10,000 രൂപ അയച്ച താഴത്തെ അശോകനെ കൊണ്ട് അയപ്പിച്ചത്. ഇപ്പൊ നമ്മള് നാട്ടിൽ ജോലി എടുക്കുന്ന നല്ലത്. ഇവിടുന്ന് മറ്റേ കുട്ടൻ എന്താണെന്ന് നമ്മുടെ വീട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. പണ്ടത്തെ പോലെ ലാൽ ബഹദൂർ ശാസ്ത്രി അല്ല ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്നത്. ഒരുപാട് കാശും കൊണ്ട് പോയെങ്കിലേ സാധനങ്ങൾ മാറ്റോണ്ട് വരാൻ പറ്റത്തുള്ളൂ. ലാൽ ബഹദൂർ ശാസ്ത്രി കഴിഞ്ഞിട്ട് ഒരുപാട് പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പൈസ വേണം സാധനങ്ങൾ മേടിക്കണമെങ്കിൽ. ശരിയാ ബുക്ക, അത് ഞാൻ കേട്ടോണ്ടിരിക്കുക. അവന്റെ ഭാര്യ വിളിച്ച് പറയുന്നത് പൈസക്ക് എപ്പോഴും വിളിച്ച് പൈസ വേണം പൈസ വേണം എന്ന് പറയും. ഇത് എവിടുന്ന് നമ്മൾ അയച്ചു കൊടുക്കാനാ? ഇത് എവിടുന്ന് കിട്ടാനാ? നമ്മക്കിവിടെ എന്താ ഉള്ളത്? ഒരു പെപ്സി പോലും നമ്മൾ മേടിച്ച് കുടിക്കുന്നില്ല. ആ പൈസ അവരെ അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പ്രളയത്തിനെ കുറിച്ച് പിന്നീട് വല്ലതും അറിഞ്ഞോ? നമ്മുടെ TV കേടായത് കൊണ്ടല്ലയോ ഇപ്പം നാട് മുഴുവൻ കിടന്ന് കാണേണ്ടി വരുന്നത്. ഒരാൾക്ക് ഏഷ്യാനെറ്റ് കാണണം, ഒരാളിന് മാതൃഭൂമി കാണണം, ഒരാളിന് മഴവിൽ മനോരമ കാണണം, വീഡിയോ കാണണം, മറ്റേത് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനെന്താ ഇപ്പൊ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നാട് വിളിച്ചിട്ടാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇതെല്ലാം പോയി നേരിട്ടെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. കാരണം നാട്ടിലുള്ള വിവരങ്ങൾ നമുക്ക് അറിയാത്ത സാഹചര്യം വന്നാൽ TV കേടായിട്ട് പേര് കാണാത്തില്ല. അപ്പൊ അറിഞ്ഞ വിവരങ്ങൾ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യം ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഈ പ്രളയത്തെ വളരെ ഗൗരവത്തോടെ നല്ല രീതിയിൽ നേരിട്ടെന്നാണ് അറിയുന്നത്. ശരിബായി, ഇപ്പോൾ മത്സ്യം പിടിക്കുന്നവർക്കും ഇവിടെ കേരളത്തിൽ വലിയ വിലയാണ്. ഗൾഫിൽ കോടിക്കണക്കിന് രൂപ വെച്ച് മത്സ്യക്കച്ചവടം ചെയ്യുന്നവർ ഇവിടെ ഒരുപാട് പേരും. ഇപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് നാട്ടിൽ വലിയ വിലയാണ്. അവർ ബോട്ടുമായിട്ട് പോയി ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പിന്നെ കേരളത്തിലെ മെൽക്കി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാട്ടിൽ അവർക്കൊരു വലിയ വിലയായിരിക്കുകയാണ്. നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഓണം പെരുന്നാളൊക്കെ ഇവിടെ ആഘോഷിക്കാം. അതുപോലെ വരുന്ന ആഗസ്റ്റ് 15-ന് നമുക്കിവിടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തണം. ഇത് പാകിസ്ഥാനിയുടെ ബിൽഡിംഗ് ആണെന്നോ ഇതൊന്നും നമുക്ക് നോക്കണ്ടാവില്ല. അവർ നമ്മൾ വട കൊടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിലക്കാൻ വന്നില്ലല്ലോ ഇന്ത്യ പതാക ഉയർത്തിയപ്പോ. നമുക്ക് ഈ പ്രാവശ്യം ഇന്ത്യയുടെ പതാക ഉയർത്തണം. ഇന്ത്യയുടെ പതാക നമ്മളിവിടെ ഉയർത്തുന്ന കണ്ടാൽ അവൻ പൊട്ടിത്തെറിക്കും. പിന്നെ അവൻ ഭ്രാന്തൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആരെങ്കിലും പോയി നമ്മുടെ കേരളം ഇനി പ്രളയത്തിൽ എങ്ങനെ കരകയറുമെന്ന് നമ്മളെല്ലാവരും കൂടെ ആലോചിക്കട്ടെ. നാട്ടിലും എല്ലാവരും നമ്മളെ സഹായിക്കട്ടെ. UAE വന്നു നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയില്ലയോ? UAE സർക്കാരും UAE കാരും എല്ലാം നമ്മളെ സഹായിക്കട്ടെ.
അവർക്ക് വേണ്ടി നമ്മുടെ ചോര നീര് ഒരുക്കുകയില്ല. അപ്പൊ അവർ സഹായിക്കണം അല്ലേ? നമ്മുടെ യൂസുഫ് അലിക്ക് ഇവിടെ UAE ഭരണകർത്താക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ പ്രളയം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായിക്കാൻ കഴിയും. UAE നമ്മളെ വില സഹായിക്കും. അത് മറ്റു രാജ്യങ്ങൾ തരുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. എങ്കിൽ തന്നെയും ദുബായ് ഗവൺമെന്റിന്റെ ഒരു 500 കോടിയെങ്കിലും നമുക്ക് കിട്ടുമെന്ന് ആശ്വസിക്കാം. എന്തുകൂടെ ഇവിടെ വരുമ്പോഴെല്ലാം വഴിതെറ്റിയാണല്ലോ. UAE നമ്മുടെ കേരളത്തിനെ സഹായിക്കണമെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാർ പാലിക്കേണ്ടി വരും. നമ്മുടെ രാജ്യം എന്ത് സഹായം സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തൊരു കരാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹായം സ്വീകരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ശരിയാ, ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങൾ വൻ ശക്തിയായി വളരാൻ ഇരിക്കുകയാണ് ഇന്ത്യയും. ഇവിടെ സർക്കാർ കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നെന്നാ പറയുന്നത്. ഇവിടെ ആർക്ക് കിട്ടുന്നു? അറിഞ്ഞൂടാ. ബഷീർ ഭായി വലിയ റേഡിയോ സ്റ്റാർ, വലിയ നല്ല പാട്ടുകളൊക്കെ പാടുന്ന ആളാ. ഞാനേ സ്വന്തമായിട്ട് ഗാനം എഴുതി ട്യൂൺ ചെയ്താണ് റേഡിയോയിലും ദൂരദർശനിൽ പാടുന്നത്. ഞാൻ 2 വരി അത് പാടാം. കരുണാനിധിയായ കാരുണ്യദാത കാരുണ്യങ്ങൾ സർവസ്തുതിയം നിനക്കാണുനാഥ, സർവസ്തുതിയം നിനക്കാണുനാഥ. പാട്ട് അല്ല ഗാന്ധി, ഇയാടെ വിടായി ഒന്നും ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. വിടായി നമ്മളെന്തായാലും നല്ല കാര്യങ്ങൾ പറയും. വിടായിയാണ് ഗാന്ധിജിയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. ഗാന്ധിജി പഴങ്കഞ്ഞി കുടിച്ചപ്പോൾ വിശ്വാസമായില്ല. ഗാന്ധിജി പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ട്, അല്ല ഞാൻ മാത്രമല്ല പഴങ്കഞ്ഞി കുടിച്ചിട്ടുള്ളൂ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് വന്ന ഈ പ്രവാസി ദിനം എന്ന് പറയുന്നത്, പ്രവാസി ദിനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞൂടാ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയി പഠിക്കാനായിട്ട് പോയി വക്കീൽ പരീക്ഷയ്ക്കൊക്കെ. അവിടുന്ന് തിരിച്ചു വന്ന ദിവസത്തിന് ഈ പ്രവാസി ദിനം എന്ന് പറയുന്നത്. പാകിസ്ഥാനി ആണ്ടൊരു മലയാളിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെ കിടത്താൻ സ്ഥലമുണ്ടോ? തറയിലങ്ങനെ സ്ഥലമുണ്ട്, കിടത്താം. കേറി വരാൻ പറ. നാട്ടിൽ എവിടാ? കൊല്ലത്താക്ക. എന്താ എന്റെ പേര്? ബിജുമാർ. കൊല്ലത്ത് എവിടെ? കൊല്ലത്ത് അഞ്ചലെന്ന് പറയും. എന്തായി കാണിക്കുന്നത്? മധു കണ്ണൂർക്കാരല്ല, ഇരട്ടച്ചൻകാരല്ല. ഈ പയ്യന്മാരുടെ ബന്ധമുണ്ടോ? കൊല്ലത്ത് അഞ്ചലില് കൺസൾട്ടൻ കമ്പനി പണിക്ക് വന്നതാ ഒരു ബംഗാളി, മാണിക് റോയ് എന്ന് പറയും. ആഴ്ചയിൽ 6 ദിവസം അവർ കിഴങ്ങ കഴിക്കുന്ന ബംഗാളി. ഒരു ദിവസം ഇച്ചിരി മാംസം കഴിക്കാനായിട്ട് പോയി കോഴിയെ വാങ്ങിച്ചു. ഈ കോഴിയെ വില കൊടുത്തൊരു വീട്ടിൽ നിന്നാണ് വാങ്ങിച്ചോണ്ട് പോയത്. ഇവന്മാരാൾക്കാര് അഞ്ചലില് കലങ്ങിന്റെ പുറത്തോ അവിടെ കളത്തിനൊക്കെ കണ്ടിരുന്ന് ഇത് കണ്ട് ഉടനെ ഇവന്മാരങ്ങ് വലിയ പോലീസായി, സദാചാര പോലീസ്. ആ കോഴിയെ കെട്ടെന്നും പറഞ്ഞ് പിടിച്ച് എടുത്തിട്ട് അങ്ങ് മർദ്ദിച്ച്. ഇത് കോഴിയെ വിലക്ക് മേടിച്ചോണ്ട് വന്ന ഞാൻ ആ വീട്ടുകാർ പറഞ്ഞൊക്കെ വിട്ടില്ല, മർദ്ദിച്ചത്. ആ വീട്ടുകാർ പറഞ്ഞത് കോഴിയെ വിലക്കാ കൊടുത്തത്. എന്നിട്ടും മാണിക് റോയ് എന്ന് പറയുന്നത് ചവറ അക്കാദമിയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി വന്നപ്പോ അയാളുടെ ബന്ധുക്കൾ അവിടെ നിന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, ഈ ബംഗാളികളുടെ ബന്ധുക്കൾ. അതേപോലെ യുവമാരെ നാട്ടുകാർക്ക് ഈ സംഘടന, നെഹ്റു യുവമന്ത്രിയൊക്കെ ആയിട്ട് ചേർന്ന് ക്ലബുകളുമായിട്ടൊക്കെ ഉള്ള സംഘടന, സാമൂഹിക പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ ഇതിനൊന്നും പോകത്തില്ല. സാംസ്കാരിക സംഘടനകൾ ഉണ്ടാക്കണം അവിടെയൊക്കെ. സാംസ്കാരിക സംഘടനകളുടെ കുറവാ നാട്ടിൽ, അതിനാണ് ഇത് സംഭവിക്കുന്നത്. അതിനിപ്പോ അവിടുന്ന് വന്ന ഗൾഫിലോട്ട് വന്ന ചെറുക്കൻ എന്റെ പേര് നമ്മളിപ്പോ ആഘോഷിക്കേണ്ട കാര്യം എന്താ? അതിന് ഞാനെന്താണ്, ഞാൻ അഞ്ചലുകാരനായി പോയോണ്ട് ഇപ്പൊ ഗൾഫിൽ വന്നിട്ട് എനിക്ക് നിക്കാൻ കളിയില്ല. നിന്റെ അവിടെയുള്ള ആൾക്കാരെ സംസ്കാരം പഠിപ്പിക്കണം ബിജുമോനെ. നിന്റെ അവിടെയുള്ള ആളുകളെ നീ സംസ്കാരം പഠിപ്പിക്കണം, സംഘടന ഉണ്ടാക്കണം, ക്ലബ്ബുകൾ.
അതേപോലെ ഈ പാവപ്പെട്ട ബംഗാളികൾക്ക് ഉണ്ടല്ലോ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പൊ ഈ പോസ് മിഷൻ ഉണ്ടെന്നല്ലോ, ഈ പോസ് മിഷൻ ഇപ്പൊ ഇങ്ങനെ വിരല് വലിപ്പിച്ചാൽ അരി കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ നിന്ന് അരി മാറ്റി ബംഗാളിലേക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. അവർക്ക് ഇവിടെ റേഷൻ കാർഡ് വിരല് വലിപ്പിക്കലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഇപ്പൊ ഈ റേഷൻ അരിയും കിട്ടുന്നില്ല. റേഷൻ അരി ആയിരുന്നു അവർക്ക് ഏറ്റവും നല്ല ആഹാരം. അവർക്ക് ഇപ്പൊ റേഷൻ അരി പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ പോസ് മിഷൻ വന്നതിന് ശേഷം ബംഗാളികൾക്ക് എന്തിനാ ഈ ബംഗാളികൾ ഇവിടെ സംരക്ഷിക്കുന്നത് പറയുന്നത് ബംഗാളിയാണ്. അവർക്ക് ആദ്യം റേഷൻ അരി കൊടുക്കട്ടെ. നീ എന്തോരം പഠിച്ചു? +2. നീ പോയി ഡിഗ്രിക്ക് ഒക്കെ പോയിട്ട് നാട്ടിൽ പോയി PSC ടെസ്റ്റ് ചെയ്ത് സർക്കാർ ജോലി കിട്ടും. 40,000 50,000 രൂപ ശമ്പളം ജോലിക്ക്. ഇവിടെ നീ 10,000 രൂപയ്ക്ക് ഇവിടെ കടത്തിന് ഇവിടെ പണിയാൻ പറ്റാതെ ഗൾഫിക്ക്. സൈറ്റിൽ ജോലിക്ക് പോയായിരുന്നു? ഞാൻ പ്ലംബറായിട്ടാണ് വന്നത്. പക്ഷെ അവിടെ കോൺക്രീറ്റിന്റെ പണിയാണ്. മോനെ ഇവിടെ അങ്ങനെയൊക്കെ ഇവിടെ അതൊക്കെ ചെയ്യത്തുള്ളൂ. ശമ്പളവും കാണത്തില്ല. അപ്പൊ ഞങ്ങളെ പറഞ്ഞു വിട്ടേച്ച് നിങ്ങളെ കടത്തിന് പണിയിക്കാനാ, ഞങ്ങൾക്ക് കാശില്ല. എഴുതി അവിടെ ജോലി വാങ്ങി, ഇവിടെ നിന്ന് വയസ്സ്. ഇപ്പൊ അവന്റെ കൂട്ടുകാർ പഠിച്ചു ജോലി വാങ്ങിച്ച് കണ്ടുകൊണ്ട് അവന്മാരെല്ലാം അത് നിർത്തി പണിയില്ലേ? ഇപ്പൊ പഠിക്കാൻ പോയി അവൻ പഠിക്കാൻ പോയി ഇതെല്ലാം കളഞ്ഞിപ്പം. എന്നിട്ട് നമ്മളെ അനാനെ കണ്ടുപടി. അനാൻ പണിക്കും പോയിട്ട് പഠിക്കാൻ പോയല്ലേ അനാൻ? നീ അതുകൊണ്ട് നാട്ടിൽ പോയി വല്ലതും പഠിച്ച് ടെസ്റ്റ് എഴുതി ജോലി വാങ്ങിക്കാൻ നോക്കുന്നു. ബിജുമോനെ, ഞാനിപ്പോ 3ാമത്തെ തവണയാണ് ഗൾഫിൽ വരുന്നത്. ആദ്യം വന്ന് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഇതിനെല്ലാം സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ ഇതെല്ലാം ബിജുമോൻ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മളിവിടെ എത്ര കാലം നിന്നാലും ശരി കടം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല. പിന്നെ ബിജു, നമ്മളിവിടെ നിൽക്കുന്ന പറഞ്ഞാൽ ജാതിയോ മതമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുപോലെ, ഒരു ജാതി ഒരു മതം, നമ്മുടെ ഒരു പ്രവാസിക്ക് എന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇവിടെ കടന്നു പോകുന്നത്. അല്ലാതെ സമ്പാദ്യങ്ങൾക്ക് ഒന്നും വേണ്ടി. അതുപോലെ ഇപ്പൊ നാട്ടിൽ പ്രളയം വന്നല്ലോ. പ്രളയത്തിന്റെ പിരിവുണ്ടെന്ന് റാസുകാരനെ 3-4 പേര് വന്നിട്ട് പറയുന്നു. നമ്മൾ കൊടുക്കുമല്ലോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കേരളത്തിൽ നമ്മുടെ ഇന്ത്യയെ സഹായിക്കാൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കും. നമ്മൾ പ്രവാസികൾ. السلام عليكم. وعليكم السلام. كيف حالك؟ طيب. شو اخبارك؟ كيف حالك؟ اخبارك؟ طيب؟ مكتوم هذا من مين؟ كيف الحال يا اخوي؟ مكتوم هذا من انت؟ ابو بكر مين؟ هذا ابو بكر هذا محي الدين. مين؟ عندك كل شركه قفلها سكر يا حبيبي. كل شركه قفلها سكرها كذا ما في شغلها. شركه كلها سكرها. ايش مشكلة يا اخوي؟ شركة ولا قفل ما في شغل هكذا الحين. والله حكومة نظام جديد كل شيء كذا. ما കമ്പനി അടച്ചുപൂട്ടാൻ പോവാണ്. അതുകൊണ്ട് ജോലി ശമ്പളം ما في ايش في هذا كلام؟ എനിക്ക് 96,000 രൂപ ولا ما في انا في 96,000 كم؟ എനിക്ക് 96,000 രൂപ. كم؟ 96,000 ربيع. 96,000 ربيع؟ والله ما عندي هذا كل شيء قفلها فيه. قفل حقيقي. നാട്ടിൽ പാകത്തില്ല. انا ما عندي 1 ريال ما عندي. اقول انت فكر في هذا في كل نفر مسكين. നമ്മുടെ ഈ അറബി എടുക്കാൻ واحد سنه നമ്മുടെ ഈ അറബി ജോലിക്ക് എടുക്കാൻ. حبيبي الله كريم على الله توكلت على الله. هذا نفكر هذا ما في كروس هذا ما في كروس هذا بعدين هذا فيزا هذا الجديد هذا نفكر. كذا ممكن ان شاء الله يجي كذا. على الحين ما في هذا ما في. الحين كذا لازم ضروري. لا ما في صبر. ايش في شغلها؟ ما في شغلها يا ناس. ما عندي شغل كذا. നമ്മൾ ഓണാഘോഷിക്കാറില്ലേ ഇവിടെ? والله يا ربي كل شيء مضبوط 100 انت خلاص روح بعد السنه تعال. هذا نفر كل ماذا مسكين. ما في عقل ما في بيت والله قسم بالله. اصبر شوي. شوف سل عنك. والله كله شركه كله قفل سكر كل عمال خلاص راح. جاي كله خروج نهايه. بعدين ان شاء الله شركه مضبوط كذا كله رجع ان شاء الله ممكن الا بالفلوس سنه. والله ما عندي كذا ممكن جماعه كله كلم كذا خلاص. كذا كلام كيف انا വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച പോണം. روس يدرتنا. ممكن يوم الجمعه ممكن يوم السبت يوم الاحد خروج نهايه خلاص تذكره كل شيء تذكره كل شيء موجود. لا عربيتك اللي على بود. والله ما اعرف عربي. هو ما في مانع عربي كلام عربي ده اقول بدون راتب انا كيف اروح فين؟ والله ما عندي راتب هذا خلاص خلاص ما في ما ابو بكر مين؟ ابو بكر مين؟ ابو بكر خذ يا باسبور.
مين بعدين محي الدين مين محي الدين خذ يا حبيبي خذ محي الدين ثاني مين هذا في اتيك هذا هنا يلا مضو خذ والله يا حبيبي خلاص السلام عليكم 네 മധു ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിലേക്ക് ഒരാളുടെ ഒരു കിറ്റ് വേണമെന്ന് പറയുന്നു നല്ല വില തരുമെന്നാണ് പറയുന്നത് ഇത് വാളപ്പുളി ഇത് നമ്മുടെ വലിയ പ്രിയമുള്ള സാധനം വലിയ വില കൊടുത്തോളൂ ഈ വിലയാണ് നല്ല മധുരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വല്ലാത്ത ആരെങ്കിലും പറഞ്ഞോടാ ഇന്ത്യൻ അസോസിയേഷൻ മറ്റേ നമ്മുടെ പ്രളയത്തിന്റെ പിരിവ് വാങ്ങാൻ വേണ്ടി ചിലവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല കാര്യം എന്റെ ഇതേയുള്ളൂ 96,000 രൂപ നാട്ടിലേക്ക് അയച്ചു കൊടുത്തതിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തോളം എന്ന് പറഞ്ഞിരിക്കുക എന്റെ പൈസ വെറുതെ കിടന്നിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒന്നുമില്ല ശമ്പളവുമില്ല ഒന്നുമില്ല അതേസമയം നമ്മളെക്കാൾ കഷ്ടപ്പെട്ടവർ വേറെയുണ്ട് പണ്ട് നമ്മളെക്കാൾ കഷ്ടപ്പെട്ട പർപ്പസിൽ യൂസ് മണി ലോഡ് കണക്കിന് സാധനങ്ങൾ തലച്ചപ്പെട്ടിൽ ഇറക്കി ഇവിടെ താഴെ വെച്ചിട്ട് അധ്വാനിച്ചിട്ടുണ്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ടെറസിന്റെ മുകളിൽ ചാക്ക് നനച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് അതേ കഷ്ടപ്പാട് നമ്മുടെ ഡോക്ടർ അതെ തീർച്ചയായും ഞാനേ പായസാണ് ഞാൻ റൂമിലുണ്ടോ നോക്കിയിട്ടുണ്ട് അറബികൾ ഇടുന്ന ഡ്രസ്സ് ഇട്ട് CH മുഹമ്മദ് മാരുടെ തൊപ്പിയിട്ടുണ്ട് ഞാൻ അവരുടെ റൂമിൽ भारत माता की जय भारत माता की जय भारत माता की जय भारत माता की जय प्रधानमंत्री की जय मकबूल जय प्रधानमंत्री നീ എല്ലാം ഇതിനു മുമ്പ് ഇന്ത്യക്കാരായിരുന്നു മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ഒരുത്തൻ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയെ രണ്ടാക്കിയത് ഇവിടെ പാകിസ്ഥാനില്ല ഇന്ത്യക്ക് ഇന്ത്യക്ക് ഭാരത് മാതാക്ക് ഭാരത് മാതാക്ക്
ദൈവങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. കിഡ്നി എന്തോ കിഡ്നി 3 കിലോ 100 രൂപ. സമാനമുള്ളവരുടെ കാര്യമല്ല പറഞ്ഞത്. കിഡ്നിയുടെ വിലയാണ് പറഞ്ഞത്. ഛർദിയിൽ നിന്ന് മതിയോ? 1 ലക്ഷം തികച്ചെടുത്തേ. വേണ്ട, ഇനി കിഡ്നിക്കും GST കൊടുക്കേണ്ടി വന്നാല്. ഓ അത് ശരി. എത്രയോ കിഡ്നി അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും പുള്ളി അതെല്ലാം നിരസിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെ പേരിൽ മറ്റാരുടെയും കിഡ്നി അദ്ദേഹത്തിന് സ്വീകാര്യമല്ലായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് ഒത്തിണങ്ങി വന്നപ്പോൾ അത് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുമായിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ കിഡ്നി കൊടുക്കാൻ തീരുമാനമെടുക്കാനുള്ള കാരണം? ഏറ്റവും വലിയ വ്യവസായിയായ പണക്കാരനായ കൊച്ചവസര ചിറ്റിലപ്പള്ളി അറിയാമോ? അദ്ദേഹത്തിന് എത്ര കിഡ്നി വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അത് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കിഡ്നിയാണ് ദാനം ചെയ്തത്. പിന്നെ എന്താ ഈ പാവപ്പെട്ട നമ്മൾ? ആർക്കും ഈ ഗതി വരരുത്. ജാതിയുടെയും മതത്തിന്റെയും വലിപ്പ ചെറുപ്പത്തിന്റെയും ഒക്കെ പേരിലുണ്ടായ ദുരഭിമാനമാണ് എന്നെ ഈ ഗതിയിലാക്കിയത്. എല്ലാവരുടെ ചോരയും എല്ലാ അവയവങ്ങളും എല്ലാവർക്കും ചെയ്യും. എന്റെ വലിയ ഭാവമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഇനിയിപ്പൊ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എന്റെ വീട്ടിൽ വന്ന് താമസിച്ചോട്ടെ. ജാതിയും മതവും എല്ലാം നമ്മളെ തരത്തിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയതാ. ഇനി എല്ലാവർക്കും എന്റെ വീട്ടിൽ വന്ന് താമസിക്കാം. ഇവിടൊക്കെ ഇരിക്കുന്നതാണ് നോക്കുന്നു. നല്ല മൊബൈൽ നോക്കില്ല. സംസാരം തുടങ്ങിയിട്ട് നമ്പറെ നിങ്ങൾക്ക് അറിയത്തില്ല. എന്റെ സഹോദരിയെ യവന്റെ സഹോദരിയുടെ മോൻ അടിച്ചുകൊണ്ട് പോയി. ഈ കീഴുന്ന ജാതിക്കാരനായ യവന്റെ സഹോദരിയുടെ മോൻ. ജാതി പറയാതെ വേറെ എന്തെങ്കിലും പറയടേ. ജാതി ജാതി എന്തോ മണ്ണാങ്കട്ട ജാതി. ഇവിടെ ജാതി കൊണ്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ ആരെങ്കിലും? എഴുന്ന ജാതി എന്നോ താഴ്ന്ന ജാതി എന്നോ ഉള്ള വ്യത്യാസമില്ലല്ലോ. മനുഷ്യനല്ലേ. സ്നേഹിച്ചത് ജാതി നോക്കിയാണോ സ്നേഹിച്ചത്? ജാതി നോക്കിയല്ലല്ലോ സ്നേഹിച്ചത്. ഒരു IAS ബന്ധം വെച്ചതാ എന്റെ ബന്ധം. IAS IPS ഒക്കെ ജാതിക്ക് എന്തുകൂടെ മഹിമ? എന്താ ബഹളം ബഹളം? വണ്ടി നിർത്ത്. സുലൈമാൻ ചാക്കോ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പെങ്ങള് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ താണ ജാതിക്കാരെ പെട്ട വലിയ ആരെ കാര്യമാണ്. ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന ഒരു വിവാഹം കഴിഞ്ഞു അതിനെ തർക്കമിരിക്കുന്നു. എന്താ കാര്യം? IAS നിങ്ങൾ IASകാരന് ഗവൺമെന്റിന് ജോലി നോക്കുന്നത്. താഴ്ന്ന ജാതിക്കാരെന്ന് ഇപ്പൊ മത്സ്യത്തൊഴിലാളിയാ. മത്സ്യത്തൊഴിലാളിത്തിന് ഈ രാജ്യത്ത് പട്ടാളം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അവരാണ് മനുഷ്യനെ രക്ഷിച്ചത്. ഈ വലിയ വെള്ളപ്പൊക്കം ബഹളം ഉണ്ടാക്കി ആരുണ്ടായത് രക്ഷിക്കാൻ? ഈ ജീവൻ കിട്ടുന്നത് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കാരണമാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമായിട്ട് ബന്ധമാണ്. ആ മത്സ്യത്തൊഴിലാളി മോശമാക്കിയാൽ ദൈവം ശിക്ഷിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ പണി ചെയ്തേക്കരുത്. നിങ്ങൾ വേഗം ആ കല്യാണം നടത്തി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യൻ നന്നായാൽ മതി, മതം ഏതായാലും വേണ്ടില്ല എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗുരുദേവനാണ്. നമ്മുടെ പട്ടാളം നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നു. കർഷകർ നമ്മുടെ മനുഷ്യന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു.
അപ്പൊ പട്ടാളവും കർഷകരുമാണ് നമ്മുടെ സംരക്ഷകർ. ജയ് ജവാൻ ജയ് കിസാൻ ഇതായിരിക്കണം മനസ്സിലായോ? ആയിക്കോട്ടെ.